ബ്രിട്ടീഷ് ആചാര്യ. ഇംഗ്ലീഷ് ഈസ് മൈ ലൈഫ്. ഇംഗ്ലീഷ് ആകുന്നു എൻ്റെ ജീവിതം. തൊട്ടു മുൻപ് ഐ ലവ് യു എന്ന് പറഞ്ഞ വാചകം കാണിച്ചിരുന്നു. എത്രത്തോളം നമ്മുടെ ഉപബോധ മനസ്സിൽ അതിന് ശക്തിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഐ ലവ് യു ഒരു വാചകമാണെങ്കിൽ 43 ഘടനകൾ മാത്രം മതിയെങ്കിൽ ആ ഐ ലവ് യു എന്ന വാചകത്തിനും ഈ ഘടനയിലൊരു സ്ഥാനമുണ്ട്. ആ വാചകം നിർമ്മിതമായിരിക്കുന്നത് ഈ 43 ഘടനയിലെ ഒരു ഘടന കൊണ്ടാണ്. അങ്ങനെയെങ്കിൽ ബാക്കിയുള്ള 42 ഘടനകളും ഐ ലവ് യു എന്ന വാചകം എത്രത്തോളം ആഴത്തിൽ നമ്മളുടെ ബോധ മനസ്സിലുണ്ടോ അത്രത്തോളം ആഴത്തിൽ തന്നെ ഈ പറയുന്ന 42 ഘടനകളും വേണം. ഈ 42 ഘടനകളിൽ ഉണ്ടാക്കുന്ന ഏത് വാചകമായാലും വേണം. ഈ 42 വാചകഘടനകളിൽ നിന്നും എത്രയോ വാചകങ്ങൾ ഉണ്ടാക്കിയാലും അതെല്ലാം ഈ ഐ ലവ് യു പോലെ സ്ട്രോങ് ആയി നമ്മുടെ ഉപബോധം മനസ്സിൽ വേണം എന്നുള്ളത് ആദ്യം ഓർക്കുക. വീണ്ടും ആ 43 ഘടനകൾ, ഇതിൽ നിന്നും ഒരു ഘടന നമ്മൾ എടുക്കുന്നു. ആ ഘടന എടുത്ത് നമ്മളതിനെ കീറി മുറിച്ച് അതിൻ്റെ പരിപ്പെടുക്കുന്നു, എല്ലാം മനസ്സിലാക്കുന്നു, പഠിക്കുന്നു. പഠിച്ചതിന് ശേഷം ആൽഫ കോഡ് ഇംഗ്ലീഷിൻ്റെ സഹായത്തോടെ ശീലമാക്കുന്നു. അതാണ് ഇനി നമ്മൾ കാണുവാൻ പോകുന്നത്. അപ്പോൾ ഏത് ഘടനയാണ് ഇതിൽ നിന്നും എടുക്കേണ്ടത്? ഇതിൽ ചില ഘടനകൾ ചിലർക്കെങ്കിലും അറിയുമായിരിക്കും. എന്നാൽ ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എല്ലാവർക്കും പുതിയതാണ്. അതുകൊണ്ട് തന്നെ വലിയ വിഷമമുള്ള ഘടന എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ അതെല്ലാവർക്കും പുതിയതായതുകൊണ്ട് പെട്ടെന്ന് മനസ്സിലാകണമെന്നില്ല. അപ്പം അതുകൊണ്ട് ആദ്യം നമ്മൾ ചെറിയ ഒരു ഘടന എടുക്കുന്നു, വളരെ ലളിതമായ ഒരു ഘടന എടുക്കുന്നു. എന്തുകൊണ്ടാണ് ഈ ലളിതമായ ഘടന എടുക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കരുത്. കാരണം ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് അത് കൊണ്ടുപോകേണ്ടതുണ്ട്. അത് മനസ്സിലാക്കിയാൽ പിന്നീട് ഓരോ ഘടനകളും ആ രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് സാധിക്കും. നമ്മൾ 1-ാം ക്ലാസ്സിൽ ഇരുന്നിട്ടാണല്ലോ 2-ാം ക്ലാസ്സിലേക്ക് പോവുക, അത് കഴിഞ്ഞിട്ടാണല്ലോ 3-ാം ക്ലാസ്സിലിരിക്കുക. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നോർക്കുക. നമ്മൾക്ക് 2ാമത്തെ ഘടന എടുക്കാം. ഇതിനെ കീറി മുറിച്ച് പരിശോധിക്കുന്നു, പഠിക്കുന്നു, ആൽഫ കോഡ് ഇംഗ്ലീഷിൻ്റെ സഹായത്തോടെ ശീലമാക്കുന്നു, ഐ ലവ് യു പോലെ ആക്കി തീർക്കുന്നു. നോക്കാം, നമുക്ക് ഇപ്പോൾ ചിലർക്കെങ്കിലും വേറൊരു സംശയം ഉണ്ടാകാം. സാറേ, അപ്പോൾ ടെൻസുകൾ ഒന്നും പഠിക്കേണ്ടതില്ലേ? ഈ 43 ഘടനകൾ പഠിച്ചാൽ മതിയോ? ടെൻസുകൾ പഠിക്കേണ്ടതില്ലേ? മിക്ക സ്ഥാപനങ്ങളിലും മിക്ക ഇടങ്ങളിലും അതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത് എന്നാണല്ലോ കേട്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്നും പഠിക്കേണ്ടതില്ലേ എന്ന് ചിന്തിച്ചു പോയേക്കാം. തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ടുള്ള അല്ലെങ്കിൽ പഠിക്കേണ്ട എല്ലാ കാലങ്ങളും എല്ലാ ടെൻസുകളും ഈ പറയുന്ന 43 ഘടനകളിലുണ്ട്. ഓരോ ടെൻസിനും അതിൻ്റേതായ ഘടനകളായി ഈ 43 ഘടനകളിൽ സ്ഥാനമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സങ്കടപ്പെടേണ്ട. ഈ പറയുന്ന സ്ട്രക്ചർ നമ്പർ 2 ഒരു ടെൻസാണ്, ഒരു ടെൻസിലുള്ളതാണ്. ഏതാണ് നോക്കുമ്പോൾ പ്രസൻറ്റ് കണ്ടിന്യൂസ് ടെൻസാണ്. ചിലരുടെയെങ്കിലും നെറ്റി ചുളിഞ്ഞിട്ടുണ്ടാകും. കാരണം ഇതൊക്കെ വളരെ സിമ്പിളല്ലേ, ഇതിനാണോ ഇത്രയും നേരം കൂടെയിരുന്നത്, ഇത് വീണ്ടും പഠിക്കേണ്ടത് എന്തിനാ എന്നൊക്കെ ചിന്തിക്കുന്നുണ്ടാകും. തൊട്ടു മുൻപ് ഞാൻ പറഞ്ഞിരുന്നു, 43 ഘടനകളിലെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഘടനയാണ് ഞാൻ എടുക്കുവാനുള്ള കാരണം ആൽഫ കോഡ് ഇംഗ്ലീഷ് അതിലേക്ക് ബന്ധിപ്പിക്കണം, അത് നിങ്ങൾക്ക് മനസ്സിലാകണം എന്നുള്ളത് കൊണ്ടാണ് ഈ ഘടന എടുക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇനി പറ്റുമെങ്കിൽ നിങ്ങൾ കൂടെയായിരിക്കുക. നിങ്ങൾ പഠിച്ച പോലെയല്ല ഇതിവിടെ പഠിപ്പിക്കുന്നത്. ഈ ഓരോ ഘടനകളും പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ച പോലെയല്ല, നിങ്ങൾ ടെൻസ് പഠിച്ച പോലെയല്ല. നിങ്ങൾ പഠിച്ച പോലെയാണോ എന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ അറിയുവാൻ സാധിക്കും. നിങ്ങൾക്ക് അറിയാമെങ്കിലും പറ്റുമെങ്കിൽ കൂടെയായിരിക്കുക, വെറുതെ ഒന്ന് കേട്ടിരിക്കുക. ഈ പേരിൽ 3 വാക്കുകളുണ്ട്. ഏത് ടെൻസ് പഠിച്ചാലും അങ്ങനെയാണ് നമ്മളിവിടെ പഠിക്കുക. ആ ടെൻസിൻ്റെ പേരിൽ എത്ര വാക്കുകളുണ്ടോ ആ വാക്കുകൾ എന്തിനാണ് ആ ടെൻസിൻ്റെ പേരിലുള്ളത്, ആ വാക്കുകൾക്ക് എന്ത് ബന്ധമാണ് വാചകവുമായിട്ടുള്ളത് എന്ന് നമ്മൾ പഠിക്കുകയാണ്. ഇവിടെ 3 വാക്കുകളുണ്ട്. ആ വാക്കുകളെ പരിഗണിച്ചുകൊണ്ട്, ആ വാക്കുകളുടെ അർത്ഥത്തെ മാനിച്ചുകൊണ്ട് ആണ് ഇവിടെ വാചകം നമ്മൾ ഉണ്ടാക്കുവാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ എടുക്കുന്നത് 3ാമത്തെ വാക്കായ ടെൻസാണ്. അതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ടെൻസ് എന്ന് പറയുന്നത് ഇത്രമാത്രം,
ആക്ഷൻ പ്ലസ് ടൈം. പ്രധാനമായിട്ടും ടെൻസ് എന്ന് പറയുന്നത് ഇതാണ്, ആക്ഷൻ പ്ലസ് ടൈം. ആക്ഷൻ പ്ലസ് ടൈം അല്ലെങ്കിൽ വേർബ് പ്ലസ് ടൈം. നമ്മൾ എളുപ്പത്തിന് മനസ്സിലാകുവാൻ വീണ്ടും അതിനെ ആക്ഷനാക്കി മാറ്റിയിരിക്കുന്നു. സ്ട്രക്ചർ നമ്പർ 2 വേണ്ടത് പ്രവൃത്തിയെ കാണിക്കുന്ന ഒരു വാക്കാണ്, ആ വേർബാണ് വേണ്ടത്. ഓക്കെ, ഈ ടെൻസിൽ ഒരു വാചകം ഉണ്ടാക്കുവാൻ പോവുകയാണ്. അതുണ്ടാക്കുവാനായി ആദ്യം വേണ്ടത് എന്താണ്? ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സ്ട്രക്ചർ നമ്പർ 2 ആണ്. സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകം ഉണ്ടാക്കണമെങ്കിൽ ആയിരക്കണക്കിന് വാചകങ്ങൾ ഉണ്ടാക്കാം. ഒരു വാചകം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ഒരു പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കാണ്. ഇപ്പോൾ തന്നെ മനസ്സിൽ കുറിച്ചു വയ്ക്കുക. സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകം ഉണ്ടാക്കണമെങ്കിൽ ആദ്യം വേണ്ടത് പ്രവൃത്തിയെ കുറിക്കുന്നൊരു വാക്കാണ്. അതായത് ആക്ഷനെ സൂചിപ്പിക്കുന്നൊരു വാക്ക് ആദ്യം വേണം. ഇഷ്ടംപോലെ പ്രവൃത്തികളുണ്ട് നമ്മുടെ കയ്യിൽ. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി ടീച്ചാണ്. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി സ്റ്റഡിയാണ്. ഞാനിവിടെ ഇരിക്കുന്നുണ്ട്, സിറ്റ്. നിങ്ങളെന്നെ കേൾക്കുന്നുണ്ട്, ലിസൺ. നിങ്ങൾ എഴുതുന്നുണ്ട്, റൈറ്റ്. അങ്ങനെ പല പല പ്രവൃത്തികളുണ്ട്. അപ്പോൾ പ്രവൃത്തിയെ കാണിക്കുന്നൊരു വാക്കാണ് നമ്മൾക്ക് ആദ്യം വേണ്ടത്. നമ്മൾക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ ആവശ്യമായ സംസാരത്തിൽ വരുന്ന പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളുള്ള ഡിക്ഷണറി നമ്മൾക്കുണ്ട്. അത് കിട്ടിയാൽ ഇനി ഏതെങ്കിലും പ്രവൃത്തിയുടെ ഇംഗ്ലീഷ് വാക്ക് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പഠിക്കുവാൻ സാധിക്കും. ഏതായാലും ഈ വാചകം ഉണ്ടാക്കുവാൻ ആദ്യം വേണ്ടത് ഒരു പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി ഇതാ, ടീച്ച് വന്നു. ഇപ്പോൾ നമുക്കുള്ളത് ഇത്ര മാത്രമാണ്, ആക്ഷൻ. അതിനെ സൂചിപ്പിക്കുന്ന ഒരു വാക്ക് വന്നിരിക്കുന്നു, ടീച്ച്. പ്രവൃത്തിയെ കാണിക്കുന്ന വാക്ക് പഠിപ്പിക്കുക. പഠിപ്പിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. ഇപ്പോൾ ചിലരെങ്കിലും സംശയിക്കുന്നുണ്ടാകും, മലയാളത്തെ ബന്ധിപ്പിക്കരുത് എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് മലയാളം എടുത്തിരിക്കുന്നത്? ശ്രദ്ധിക്കുക, ഇവിടെ നമ്മൾ പഠിക്കുകയാണ്. പഠിച്ചു കഴിയുമ്പോൾ നമ്മൾ മലയാളത്തെ വിടുന്നു, എന്നിട്ട് ആൽഫ കോഡ് ഇംഗ്ലീഷ് എടുക്കുന്നു, അതിലൂടെ ഇത് ശീലമാക്കി മാറ്റുന്നു. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് ഏത് വാക്കിലേക്കാണ് എന്ന് നിങ്ങൾക്കറിയാം. ഇപ്പോൾ ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടിന്യൂസ് എന്ന വാക്കാണ്. അതിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് വാചകത്തിൽ എന്താണുള്ളത് എന്നാണ് നമ്മൾ കാണാൻ പോകുന്നത്. നോക്കുക, അതിനെ പ്രതിനിധീകരിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് എന്താണെന്ന് ശ്രദ്ധിക്കുക. നോക്കുക, ING ആണ്. അത് ടീച്ചിനോട് കൂടെ ചേർന്നു. ടീച്ചിങ്ങായി മാറിയപ്പോൾ താഴെ മലയാളത്തിനും മാറ്റം സംഭവിച്ചിരിക്കുന്നു. പഠിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നായി മാറിയിരിക്കുന്നു. ING ടീച്ചിനോട് ചേർന്നപ്പോൾ പഠിപ്പിക്കുക എന്നത് പഠിപ്പിച്ചു കൊണ്ടിരിക്കുക ആയി മാറിയിരിക്കുന്നു. തുടർന്ന് പോകുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ജനിപ്പിക്കുന്ന ഒന്നാണ് ING എന്ന് മനസ്സിലായി. ഒന്നുകൂടി INGയെ പരിചയപ്പെടാം. ഇപ്പോൾ ഒരു ട്രാക്ക് നിങ്ങൾക്ക് കാണാം. ആ ട്രാക്കിൽ കുറച്ച് ആൾക്കാരെ കാണാം. അവിടെ നിശ്ചലമാണവർ. അതുകൊണ്ട് തന്നെ INGയെ കാണുവാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ING കാണാം. റണ്ണിങ് കാണാം. കൊണ്ടിരിക്കുകയാണ്, ഓടിക്കൊണ്ടിരിക്കുക. ഓടിക്കൊണ്ടിരിക്കുക തുടർച്ചയായി നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓടിക്കൊണ്ടിരിക്കുക, കൊണ്ടിരിക്കുക, ഇതാണ് ING. ഇപ്പോൾ നിങ്ങൾക്കൊരു മെക്കാനിക്കിനെ കാണാം. അതൊരു പിക്ചറാണ്, അതൊരു ഇമേജാണ്. അതുകൊണ്ട് അവിടെ ING കാണുവാൻ സാധിക്കുന്നുണ്ടോ? അനങ്ങാത്തത് കൊണ്ട് തുടർച്ചയെ കാണുവാൻ സാധിക്കുന്നില്ല. വേണമെങ്കിൽ ഊഹിക്കാമെങ്കിലും പിക്ചർ ആയതുകൊണ്ട് അവിടെ INGയെ കാണുവാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് അവിടെ ING ഇല്ല. കാരണം തുടർച്ചയെ കാണിക്കുന്നതാണ് ING. അതൊരു നിശ്ചലമായ പിക്ചർ ആയതുകൊണ്ട് അവിടെ INGയെ നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നില്ല. നോക്കാം, നമുക്ക് ഇപ്പോഴാണ് INGയെ കാണുവാൻ സാധിക്കുന്നത്. നോക്കുക, അയാൾ റിപ്പയറിങ്ങിലാണ്, കേടുപാട് തീർത്തുകൊണ്ടിരിക്കുകയാണ്. കൊണ്ടിരിക്കുക കണ്ടോ? ഇപ്പോൾ ഒരു പടം കാണാം, നിശ്ചലമായ ഒരു ഫ്ലൈറ്റിൻ്റെ പടമാണ്. അതുകൊണ്ട് അവിടെ ING ഇല്ല. ING ഊഹിക്കാമെങ്കിൽ പോലും പടത്തെ നോക്കുമ്പോൾ ING കാണുന്നില്ല. നോക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, ഒരു ING കാണാം, ഫ്ലൈയിങ്. ആ വിമാനം പറക്കുകയാണ്. നിങ്ങൾക്ക് എന്താണ് ING എന്ന് മനസ്സിലായി? ഈ ING വരുന്ന ഘടന സ്ട്രക്ചർ നമ്പർ 2 മാത്രമല്ല, 43 ഘടനകളിൽ പല ഘടനകളിലും ING വരുന്നുണ്ട്. ING ഏതു രീതിയിൽ നമ്മൾ ഫീൽ ചെയ്യണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. പ്രസൻറ്റ് എന്ന വാക്കിലേക്കാണ് ഇനി പോകുന്നത്. അതിനെ പ്രതിനിധീകരിച്ച് എന്താണ് വാചകത്തിലേക്ക് വരുന്നത്?
നോക്കാം, നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. 3 വാക്കുകളാണ് ആ വാചകം ഉണ്ടാക്കുവാനായി. നോക്കാം, നമുക്ക് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ആണ്, ആകുന്നു എന്നാണ്. നോക്കുക, ഈസ് ആം ആർ. ഈസ് ആം ആർ ആണ്, ആകുന്നു എന്നുള്ളതാണ്. ഹി ഈസ് എ ടീച്ചർ. അവനൊരു ടീച്ചറാണ്, ആകുന്നു. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാണ് അല്ലെങ്കിൽ ഞാനൊരു ടീച്ചറാകുന്നു. അതേ അർത്ഥം തന്നെയാണ് ഇവിടെയും അത് കൊടുക്കുന്നത് എന്ന് മനസ്സിലാക്കുക. പ്രസൻറ്റ് എന്ന വാക്കിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ആ വാക്കിൻ്റെ അർത്ഥം വാചകത്തിൽ കാണിക്കുവാൻ എത്തിയിരിക്കുന്നത് ഇവിടെ ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്. പല ഘടനകളിലും പലരായിരിക്കും വരിക. സ്ട്രക്ചർ നമ്പർ 2 വന്നിരിക്കുന്നത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറാണ്, ആണല്ലെങ്കിൽ ആകുന്നു എന്നുള്ളതാണ്. എന്ത് സംഭവിക്കുമെന്ന് നോക്കാം. മലയാളത്തിൽ അത് വലതുഭാഗത്തേക്കാണ് പോയത്. ഇംഗ്ലീഷ് വാചകത്തിൽ ഇടതുഭാഗത്ത് നിൽക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മലയാളത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ പഠിപ്പിച്ചു കൊണ്ടിരിക്കുക എന്നതിൻ്റെ വലതുഭാഗത്തേക്ക് മാറിയിരിക്കുന്നു, ഇവിടേക്ക് പോയിരിക്കുന്നു. പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാകുന്നു എന്ന ഇതിലേക്ക് അത് മാറിയിരിക്കുന്നു. ഇനി ചെയ്യേണ്ടത് എന്താണ്? ഇസ്, ആം, ആർ ഈ 3 വാക്കുകൾക്കും ഒരേ അർത്ഥമാണ് എന്ന് നമ്മൾക്കറിയാം. ആണ്, ആകുന്നു എന്നുള്ള അർത്ഥം. പക്ഷെ വാചകത്തിൽ നമുക്ക് 1 മതി. നമ്മളിവിടെ 2 വാക്കുകൾ കളയുകയാണ്. ഏത് വാക്കാണ് കളയുക എന്ന് നിങ്ങൾക്ക് പലർക്കും അറിയാം. അറിയില്ലെങ്കിലും വിഷമിക്കേണ്ട, ഇപ്പോൾ തന്നെ നമ്മളത് പഠിക്കുന്നുണ്ട്. വേണു അത് കളഞ്ഞു, ഇപ്പോൾ വാചകമായി മാറിയിരിക്കുന്നു. വേണുവിന് വേണ്ടത് ആ 3 വാക്കിലെ ഇസ് ആണ്. വേണു ഇസ് ടീച്ചിങ് എന്ന വാചകമായി മാറിയിരിക്കുന്നു. വീണ്ടും ഐ എന്ന വാക്ക് വന്നിരിക്കുന്നു. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ഐ എന്ന വാക്കിന് ഏതാണോ വേണ്ടത് നിങ്ങൾക്ക് പലർക്കും അറിയാം. ആം എന്ന വാക്കാണ് വേണ്ടത്. ഐ ആം ടീച്ചിങ്. ഇപ്പോൾ ഐ മാറി ദേ വന്നിരിക്കുന്നു. ദേ എന്ന് പറയുന്നത് അവർ എന്നാണ്. അവർ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർ ആയി മാറി ദേ ആർ ടീച്ചിങ്. നമ്മൾ സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകമുണ്ടാക്കി. ഇനിയും നമ്മൾ അനേകം വാചകങ്ങൾ ഉണ്ടാക്കും. അത് ആൽഫ കോഡ് ഇംഗ്ലീഷിലായിരിക്കും ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾ പഠിച്ചു എന്താണ് സ്ട്രക്ചർ നമ്പർ 2 എന്നത്. നിങ്ങൾ പഠിച്ചു ഇല്ലേ? സാധാരണ ഉപയോഗിക്കാറുള്ള സബ്ജക്റ്റുകൾ, അതായത് പ്രവൃത്തി ചെയ്യുന്ന ആൾക്കാരെ നോക്കുമ്പോൾ അങ്ങനെയുള്ള വാക്കുകളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. പ്രവൃത്തി ചെയ്യുന്നവരെ കാണിക്കുന്ന വാക്കുകൾ ഒരു 10 വാക്കുകൾ ഇപ്പോൾ ഉണ്ട്. ഐ, ഞാൻ, യു, നീ, ദേ, അവർ, വി, ഞങ്ങൾ, സീത പേരാണ്, പാർവതി പേരാണ്, ഷീ അവൾ, ഹി അവൻ, ഇറ്റ് ഇത്, എവരിബഡി എല്ലാവരും എന്ന രീതിയിലാണ് അത് അർത്ഥമാക്കുക. ഇതൊരു ഡെമോ ക്ലാസ് മാത്രമാണ് എന്നുള്ള ഓർമ്മ നിങ്ങളിൽ വേണം. ഈസ് ആരോഗ്യമാണ് സ്വീകരിക്കുക. സീത ഈസ്, പാർവതി ഈസ്, പേരുകൾക്ക് ഈസാണ്. ഷീക്ക് ഇസ്, ഹി വന്നാലും ഇസാണ്, ഇറ്റ് വന്നാലും ഇസാണ്, എവരിബഡി വന്നാലും ഇസാണ്. ആം എന്നത് ഐ ആം, ഐക്ക് മാത്രമുള്ളതാണ് ആം. ആർ, യു ആർ, ദേ ആർ, വി ആർ. ഇനി നമുക്ക് വേണ്ടത് വാചക പൂർത്തീകരണത്തിനായി വേണ്ടത് ഒരു ആക്ഷൻ, പിന്നെ കണ്ടിന്യൂസ് എന്ന ആ വാക്കിനെ അർത്ഥം ജനിപ്പിക്കുന്ന, അർത്ഥം കൊടുക്കുന്ന INGയും വേണം. നോക്കാം, നമുക്ക് അവിടെ 2 കൂടി ഒത്തുചേർന്ന് വന്നിരിക്കുന്നു. ഡ്രൈവിംഗ്, യു ആർ പ്രേയിങ്, ദേ ആർ സ്ലീപ്പിംഗ്, വി ആർ റണ്ണിങ്, Sida is washing, Parvati is cleaning, she is cooking, he is playing, it is ringing, everybody is studying. ശ്രദ്ധിക്കുക, ഇനിയും എത്രയോ വാക്കുകൾ വരുവാനുണ്ട്. പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ വരുവാനുണ്ട്. പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ ഈ ഒരു ഘടനയിൽ മാത്രമല്ല, പല ഘടനകളിലും പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകളുണ്ട്. ആകെയുള്ള 43 ഘടനകളിൽ 20 ഘടനകളിൽ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ ഉപയോഗിച്ചിട്ടാണ് അതുണ്ടാക്കുക. ആ ഘടനകളിൽ വാചകങ്ങൾ ഉണ്ടാക്കുമ്പോൾ ആദ്യം വേണ്ടത് പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളാണ്. അപ്പോൾ ഒരു ഘടനയ്ക്ക് വേണ്ടി പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ പഠിച്ചാൽ ബാക്കിയുള്ള 19 ഘടനകളിലും ആ പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കുകൾ ഉപയോഗിക്കുവാൻ സാധിക്കും. അതൊക്കെ മനസ്സിലിരിക്കട്ടെ.
ഇപ്പോൾ നമ്മൾക്ക് 10 നിങ്ങൾക്ക് അറിയാവുന്ന ക്രിയകൾ നിങ്ങൾ കണ്ടു. ഇപ്പോൾ കുറച്ച് വാചകങ്ങൾ നമ്മൾ ഉണ്ടാക്കി. അതിലൊരു വാചകം എവിടെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് നമ്മൾ കാണുകയാണ്. ആദ്യ വാചകം തന്നെയാണ് കാണുക. ഈ വീഡിയോ കാണുക. ഈ വീഡിയോയിൽ ഒരാൾ കാർ ഓടിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നെന്ന് നോക്കുക. അയാൾ കാർ ഓടിക്കുന്നു, എന്നിട്ട് പറയുകയാണ് ഐ ആം ഡ്രൈവിംഗ്. ഈ വീഡിയോ ക്ലിപ്പ് കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയാണ് സ്ട്രക്ചർ നമ്പർ 2 ഉപയോഗിക്കുക എന്ന്. നമ്മളിൽ ചിലരെങ്കിലും ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാകും. നിയമം കൂട്ടുനിൽക്കില്ലെങ്കിലും ചിലരെങ്കിലും ഇങ്ങനെ കാർ ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ വരുമ്പോൾ ആ ഫോൺ എടുത്തിട്ട് പറയും ഐ ആം ഡ്രൈവിംഗ് കോൾ മീ ലേറ്റർ. നീ പിന്നെ വിളിക്കൂ, ഐ ആം ഡ്രൈവിംഗ്. ചുരുക്കി പറഞ്ഞാൽ ഈ സ്ട്രക്ചറിൽ ഒരു വാചകം ആര് പറഞ്ഞാലും ആ പറയുന്ന സമയത്ത് ആ പ്രവൃത്തി തുടർന്നു കൊണ്ടിരിക്കുകയാണ് എന്ന് അർത്ഥം കിട്ടുന്ന ഒരു വാചകമാണ്. അതായത് പറയുന്ന സമയത്ത് ഇത് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ, സ്ട്രക്ചർ നമ്പർ 2 ആരെങ്കിലും ഒരു വാചകം പറയുന്നുണ്ടെങ്കിൽ ആ പറയുന്ന സമയത്ത് എന്താ പറയുക, ആ വാചകം പുറത്തു വരുമ്പോൾ ആ പറയുന്ന പ്രവൃത്തി അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് പ്രധാനമായിട്ടും സ്ട്രക്ചർ നമ്പർ 2 ഉപയോഗിക്കുന്നത്. വേറെ കാര്യത്തിനും ഉപയോഗിക്കുന്നുണ്ട് സ്ട്രക്ചർ നമ്പർ 2, അത് നമ്മൾ പിന്നീട് പഠിക്കും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ്. ആരെങ്കിലും എന്നെ വിളിച്ചാൽ ഞാൻ പറയും ഐ ആം ടീച്ചിങ്, ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ഞാൻ പറയും. നിങ്ങളെന്ത് പറയും? ഐ ആം സ്റ്റഡിയിങ് എന്ന് പറയും, അല്ലേ? ഇപ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുകയാണ്, നിങ്ങൾക്കൊരു ഫോൺ വന്നാൽ നിങ്ങൾ വേഗം എടുത്ത് പറയും ഐ ആം സ്റ്റഡിയിങ്. തൊട്ട് മുൻപ് നമ്മൾ ഒന്നിച്ചുണ്ടാക്കിയ 3 വാചകങ്ങൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം. ഇനിയാണ് നമ്മൾ യഥാർത്ഥ കളി തുടങ്ങുന്നത്, ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോകുന്നത്. ഇവിടെ ഇത് വെറും 3 വാചകങ്ങൾ മാത്രം, വളരെ ലളിതമായ 3 വാചകങ്ങളാണ്. ശ്രദ്ധിക്കുക, ഇതിൽ നിന്നുമാണ് നമ്മൾ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോകുക. 43 ഘടനകളും ഇപ്പോൾ പഠിച്ച രീതിയിൽ നമ്മൾ പഠിക്കുന്നു. എന്നിട്ടായിരിക്കും ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോകുക. ഇപ്പോൾ എന്തിനാണ് ING, എന്തിനാണ് അവിടെ ഇസ്, ആം, ആർ എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ ഏത് ഘടനയിലും അങ്ങനെയുള്ള വാക്കുകളുണ്ടെങ്കിൽ, ഒരു ബീനുണ്ടെങ്കിൽ, ഒരു ബീയിങ് ഉണ്ടെങ്കിൽ, ഒരു ഹാസ് ഉണ്ടെങ്കിൽ, ഒരു ഹാവ് ഉണ്ടെങ്കിൽ, ഒരു ED ഉണ്ടെങ്കിൽ, ഒരു തേർഡ് ഫോം ആണെങ്കിൽ അത് എന്തിനു വേണ്ടി അവിടെ വന്നു എന്ന് നമ്മൾ പഠിച്ച് അതിൻ്റെ പരിപ്പെടുത്ത് മറ്റുള്ള ഒരിടത്തും കാണാത്ത രീതിയിൽ പരിപ്പെടുത്ത് വളരെ ഹൃദ്യസ്ഥമായി പഠിക്കുന്നു. ആ പഠിക്കുന്ന സമയത്ത് അത് അടിമയായിരിക്കും, നിങ്ങളുടെ മനസ്സിൽ അടിമയായിരിക്കും. അടിമയായിക്കൊള്ളട്ടെ. അടിമയായ ആ പഠിച്ചതിനെ നമ്മൾ ആൽഫ കോഡ് ഇംഗ്ലീഷിൻ്റെ സഹായത്തോടെ ശീലമാക്കി മാറ്റും. ഇവിടെ വളരെ ലളിതമായ ഒരു ഘടനയാണ് നമ്മൾ എടുത്തത്. ആ ഘടനയിൽ നമ്മൾ 3 വാചകങ്ങൾ ഉണ്ടാക്കി. ഇനി നമ്മൾ ഇതിനെ എത്രയോ വാചകങ്ങൾ ഇതിൽ നിന്നുണ്ടാക്കുവാനായിട്ട് പോകുന്നു. ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കിയത് 3 വാചകങ്ങളാണ്. ഇവയെ വിളിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് എന്നാണ്. 3 പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റുകൾ നിങ്ങൾക്ക് കാണാം. ആദ്യമായി ഉണ്ടാക്കുന്നതിനെ നമ്മൾ വിളിക്കുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മദർ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. അമ്മയെ ആദ്യമുണ്ടാക്കി, മദർ സെൻറ്റൻസ്. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മദർ സെൻറ്റൻസ്, അമ്മ വാചകം. ഈ അമ്മ വാചകം അമ്മ കുട്ടികളെ പ്രസവിക്കുന്നത് പോലെ ഈ അമ്മ വാചകം ഇനി കുറേ കുട്ടികളെ പ്രസവിക്കുവാൻ പോവുകയാണ്. ഇതേ മുഖഛായയുള്ള, ഇതേ ഘടനയിലുള്ള കുറേ കുട്ടികളെ ഈ പറയുന്ന അമ്മ വാചകങ്ങൾ പ്രസവിക്കുവാൻ പോവുകയാണ്. അങ്ങനെ മലയാളമില്ലാതെ, മലയാളത്തെ ബന്ധിപ്പിക്കാതെ പ്രസവിക്കുകയാണ്. ചോദ്യങ്ങളായി, ഉത്തരങ്ങളായി പ്രസവിക്കുകയാണ്. അതാണ് ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ആദ്യ വാചകങ്ങളെ നമ്മൾ എന്തോ വിളിക്കുക? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മദർ സെൻറ്റൻസ് എന്ന് വിളിക്കുന്നു. എന്നാൽ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇവയെ വിളിക്കുന്നത് 1 എന്നാണ്. ഇപ്പോൾ തന്നെ മനസ്സിലിരിക്കട്ടെ, ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് വരുമ്പോൾ ഇവയെ നമ്മൾ വിളിക്കുന്നത് 1 എന്നാണ്. കോഡിൽ ഈ ഒരക്കം കണ്ടാൽ, കോഡിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്നൊന്നും കാണില്ല. കോഡിൽ
അക്കം മാത്രമേ കാണുകയുള്ളൂ. ആദ്യമായി ഉണ്ടാക്കിയ വാചകം മദർ സെൻറ്റൻസ്, അതിന് പ്രതിനിധീകരിച്ച് കോഡിൽ വരിക 1 എന്ന അക്കമായിരിക്കും. അപ്പോൾ കോഡിൽ 1 എന്ന് കണ്ടാൽ പ്രത്യേക സ്ഥാനത്ത്, ഏത് സ്ഥാനത്താണ് 1 വരിക എന്ന് നമ്മൾ പഠിക്കും, കോഡുണ്ടാക്കുമ്പോൾ പഠിക്കും. ആ സ്ഥാനത്ത് 1 കണ്ടാൽ ആ വാചകം ഈ രീതിയിലാണ് ഉണ്ടാക്കേണ്ടത്. എല്ലാ ഘടനകൾക്കും 1 ഉണ്ട്. ഓരോ ഘടനയും നമ്മൾ പഠിക്കുമ്പോൾ ആദ്യം ഉണ്ടാക്കുന്നത് അതിൻ്റെ 1 ആയിരിക്കും, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. അപ്പോൾ 9ാമത്തെ ഘടനയിലേക്ക് ഇത് പോകുമ്പോൾ അവിടെ ഐ വിൽ ടീച്ച് എന്നായിരിക്കും വരിക. അത് 9ാമത്തെ ഘടനയുടെ 1 ഓക്കെ. അപ്പോൾ ഘടന ഏതാണ് എന്നൊക്കെ കോഡിൽ വേറെയൊക്കെ ഉണ്ടാകും. അപ്പോൾ ഒരു പ്രത്യേക സ്ഥാനത്ത്, അത് ഏത് സ്ഥാനമാണെന്ന് പറയും, അവിടെ 1 കണ്ടാൽ ആ വാചകം ഉണ്ടാക്കുമ്പോൾ എന്തായിരിക്കണം? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം എന്നുള്ളത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ. ഇവിടെ നമ്മൾ ഇനി ഉണ്ടാക്കാൻ പോകുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിന് നേരെ വിപരീത അർത്ഥം കിട്ടുന്ന ഒന്നാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. തൊട്ടു താഴെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. എങ്ങനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കാം എന്നുള്ളത് കൂടി പഠിച്ചു വയ്ക്കുക. ഒരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് കിട്ടിയാൽ അതിൽ നിന്നുമാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അപ്പോൾ ആദ്യം 1 ഉണ്ടാക്കുന്നു. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് 1 പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മദർ സെൻറ്റൻസ്. അതിൽ നിന്നുമാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക. അതിനെന്ത് ചെയ്യണമെന്ന് നോക്കുക. ഏതൊരു പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും എടുക്കുക, എന്നിട്ട് അതിന് താഴേക്ക് കോപ്പി പേസ്റ്റ് ചെയ്യുക. അതിനുശേഷം അതിൻ്റെ ഇടയിൽ ഒരു നോട്ട് ചേർക്കുക. ആ നോട്ട് ചേർത്താൽ അതെന്തായി മാറി? നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായി മാറി. നോക്കുക, 1 അല്ലെങ്കിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് അതിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആക്കിയത് നിങ്ങൾ കണ്ടു. എവിടെയാണ് നോട്ട് ചേർത്തതെന്ന് കണ്ടു. ഓക്കെ. ടീച്ചിങ്ങിന് മുൻപ്, പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കിന് മുൻപാണ് നോട്ട് ചേർത്തത്. നേരെ വിപരീത അർത്ഥം നിങ്ങൾക്ക് കിട്ടി. ഇനി ഐ ആം നോട്ട് ടീച്ചിങ്, ദേ ആർ നോട്ട് ടീച്ചിങ്. ഓക്കെ. ഈ പറയുന്ന ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായി. ഇനി ഇവിടെ തന്നെ പഠിച്ചു വച്ചേക്കുക. ഒരു പ്രത്യേക സ്ഥാനത്ത് 2 കണ്ടാൽ കോഡിൽ എന്തൊക്കെയാണ് കോഡ് അതൊന്നും പറഞ്ഞിട്ടില്ല. അത് ഇനി നമ്മൾ അതിലേക്കാണ് പോകുന്നത്. ഓക്കെ. അതൊരു കോഡ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇപ്പോൾ കോഡിനെ കുറിച്ചല്ല പറയുന്നത്, എന്നാലും പറയുകയാണ്. 2 എന്ന് കണ്ടാൽ, കോഡിൽ പ്രത്യേക സ്ഥാനത്ത് 2 എന്ന് കണ്ടാൽ നമ്മൾ ഉണ്ടാക്കേണ്ടത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെ നേരെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കണമെന്നൊന്നും കോഡ് പറഞ്ഞു തരില്ല. അതിന് പകരം കോഡിൽ ഉണ്ടാകുക 2 എന്ന അക്കമായിരിക്കും. ഒരു പ്രത്യേക സ്ഥാനത്ത് കോഡിൽ 2 കണ്ടാൽ ആ ഉണ്ടാക്കേണ്ട വാചകം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ് എന്ന് മനസ്സിലാക്കുക. ആ 2 അവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ പുറത്തെടുക്കുന്ന, നിങ്ങൾ ഉണ്ടാക്കുന്ന വാചകം, മലയാളമില്ലാതെ ഉണ്ടാക്കുന്ന ആ വാചകം നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കണം എന്നുള്ളതാണ് 2 നിങ്ങളോട് പറഞ്ഞു തരിക. ഇപ്പോൾ തന്നെ മനസ്സിൽ ഓർക്കുക, 1 എന്ന് പറയുന്നത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ ഒരു നോട്ട് ചേർത്താൽ, സാധാരണ 2 വാക്കുകൾ കൊണ്ടാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുക, നോട്ട് അല്ലെങ്കിൽ നോ. ഇപ്പോൾ ഈ 43 ഘടനകളിൽ കൂടുതലും നോട്ട് ചേർത്തിട്ടാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുന്നത്. ചില ഘടനകളിൽ നോ ചേർത്തും ഉണ്ടാക്കുവാൻ സാധിക്കും. അത് ആ ഘടന പറയുമ്പോൾ നമ്മൾ പറയുന്നതാണ്. ഇവിടെ നമുക്ക് നോട്ടാണ് വേണ്ടത്. സ്ട്രക്ചർ നമ്പർ 2ൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് നോട്ടാണ് വേണ്ടത്. അത് ക്രിയയ്ക്ക് അല്ലെങ്കിൽ ആക്ഷന് മുൻപ് ചേർത്ത് നേരെ വിപരീത അർത്ഥം ആയി മാറി. ഇപ്പോൾ ഞാൻ പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതാണ് 1ാമത്തെ അർത്ഥമെങ്കിൽ, കൊണ്ടിരിക്കുകയല്ല എന്നുള്ളതാണ് 2ാമത്തേതിൻ്റെ അർത്ഥം. ഓക്കെ. അത് നിങ്ങൾക്ക് പറയാതെ തന്നെ മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഓക്കെ. ഈ ഓരോ വാചകങ്ങളും ഇൻഡിവിജ്വലായിട്ട് നോക്കുമ്പോൾ ശരിയാണ്, അതിനർത്ഥമുണ്ട്. എന്നാൽ ഇതിനെ സംഭാഷണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ഒരേ സംഭാഷണത്തിൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിക്കണമെങ്കിൽ സാധിക്കില്ല. പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും അവിടെ തന്നെ ഇതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും ഉപയോഗിക്കാൻ സാധിക്കില്ല. കാരണം എന്താണ്? നിങ്ങൾക്കത് മനസ്സിലാകും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ എന്നോട് പേര് ചോദിക്കുകയാണ്. ഞാൻ പറയും ഐ ആം ബിജോയ്, അല്ലേ? അപ്പോൾ തന്നെ പറയുകയാണ് ഐ ആം നോട്ട് ബിജോയ്. ഐ ആം ബിജോയുടെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ് ഐ ആം നോട്ട് ബിജോയ്. എന്നാൽ സംസാരിക്കുമ്പോൾ എനിക്കങ്ങനെ പറയുവാൻ സാധിക്കുമോ? ശ്രദ്ധിക്കുക, ഐ ആം ബിജോയ്, അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്? ഐ ആം നോട്ട് ബിജോയ്. ഓക്കെ, അത് ശരിയാണ്. പക്ഷേ സംസാരത്തിൽ
എനിക്ക് അങ്ങനെ പറയുവാൻ സാധിക്കുമോ? ഒരാൾ എന്നോട് പേര് ചോദിക്കുകയാണ്, വാട്ട്സ് യുവർ നെയിം? ഞാൻ പറയുകയാണ്, ഐ ആം ബിജോയ്, ഐ ആം നോട്ട് ബിജോയ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിന് അർത്ഥമുള്ളത്? അപ്പോൾ തീർച്ചയായിട്ടും ഒരേ സംഭാഷണത്തിൽ ഇവയെ കൊണ്ടുവരണമെങ്കിൽ ചില മാറ്റങ്ങൾ വരുത്തേണ്ടി വരും, അല്ലേ? ഇപ്പോൾ ഐ ആം ടീച്ചിങ്, ഐ ആം നോട്ട് ഡ്രൈവിങ്, ശരിയാണ്. ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്, നൗ ഐ ആം ടീച്ചിങ്, ഐ ആം നോട്ട് ഡ്രൈവിങ്, അത് ശരിയാണ്. അല്ലാതെ ഒരേ സംഭാഷണത്തിൽ വാട്ട് ആർ യു ഡൂയിങ്, ഇപ്പോൾ നീ എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഐ ആം ടീച്ചിങ്, ഐ ആം നോട്ട് ടീച്ചിങ് എന്ന് പറയുവാൻ സാധിക്കുമോ? ഇല്ല. അപ്പോൾ അതിന് വേറൊരു വാക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. സംഭാഷണത്തിലേക്ക് മാറ്റുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് അർത്ഥമുണ്ട്, എന്നാൽ സംഭാഷണത്തിലേക്ക് വരുമ്പോൾ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോകുമ്പോൾ സംഭാഷണം അവിടെ ആകും. അപ്പോൾ അവിടെ ഒരു സംശയം വരരുത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇവിടെ തന്നെ അതിനെ മാറ്റിക്കൊടുക്കുന്നത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നോക്കാം, നമുക്ക് രണ്ടും ഒരുമിച്ച് പറയുമ്പോൾ അർത്ഥം കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ ടീച്ചിങ്ങിനെ കോച്ചിങ് ആക്കി മാറ്റിയിരിക്കുന്നു. നോക്കുക, വേണു ഈസ് ടീച്ചിങ്, വേണു ഈസ് നോട്ട് കോച്ചിങ് നൗ, വേണു ഈസ് ടീച്ചിങ്. വേണ്ട, ഐ ആം ടീച്ചിങ്, ഐ ആം നോട്ട് കോച്ചിങ് നൗ. ദേ ആർ ടീച്ചിങ്, ദേ ആർ നോട്ട് കോച്ചിങ് നൗ. വേണ്ട, രണ്ടും ഒരേ രീതിയിൽ ഒന്നിച്ച് പറയുവാനുള്ള ബലമായി മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും, ടീച്ചിങ്ങും കോച്ചിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്, രണ്ടും ഒന്നല്ലേ എന്ന്. ചെറിയ ചെറിയ വ്യത്യാസമുണ്ട്. ടീച്ചിങ് പഠിപ്പിക്കുകയാണ്, കോച്ചിങ് പരിശീലിപ്പിക്കുകയാണ്, അത്രയേ ഉള്ളൂ. ഓക്കെ, കോച്ചിങ് പരിശീലിപ്പിക്കുകയാണ്, കോച്ചിങ് ക്ലാസ്സിലേക്ക് പോകുന്നത് അതാണ്. ടീച്ചിങ് പഠിപ്പിക്കുകയാണ്. രണ്ടും ഏകദേശം ഒരമ്മ പെറ്റ മക്കളാണെങ്കിലും ചെറിയ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, പരിശീലിപ്പിക്കുന്നവരെയാണ് കോച്ച് എന്ന് പറയുക, പഠിപ്പിക്കുന്നവരെ ടീച്ചർ എന്നാണ് പറയുക. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിക്കുക, ഇതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ജീവിതത്തിൽ എവിടെയാണ് ഉപയോഗിക്കുക, പ്രധാനമായി ഉപയോഗിക്കേണ്ട ഒരു യൂസേജാണ് നമ്മൾ കാണുന്നത്. അതായത് ഇത് ഏത് ജീവിത സാഹചര്യത്തിൽ നോക്കുക, ആക്ഷൻ ഹാപ്പനിങ് റൈറ്റ് നൗ, അതായത് ഒരു ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് പറയുവാനാണ്, അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് പറയുവാനാണ് ഈ പറയുന്ന സ്ട്രക്ചർ ടു ഉപയോഗിക്കുക. വേണു എന്ന് പറഞ്ഞൊരാളുണ്ടെങ്കിൽ വേണു ഈസ് ടീച്ചിങ് എന്ന് പറഞ്ഞാൽ പുള്ളി ആക്ഷൻ തുടർന്നുകൊണ്ടിരിക്കുന്നു, പുള്ളി ആക്ഷനിലാണ്, പുള്ളി അതിൽ എൻഗേജഡാണ്, അതിലാണ്, പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ള അർത്ഥമാണ് ജനിപ്പിക്കുന്നത്. ആൻ ആക്ഷൻ ദാറ്റ് ഈസ് കണ്ടിന്യൂയിങ് അറ്റ് ദ മൊമെൻ്റ് ഓഫ് സ്പീക്കിംഗ്. ഇനി അതിൻ്റെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിലേക്ക് വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഒന്നിനെ രണ്ടാക്കുമ്പോൾ അർത്ഥം എന്താണ്? ആക്ഷൻ നോട്ട് ഹാപ്പനിങ് റൈറ്റ് നൗ. എന്താണ്? ആക്ഷൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നില്ല എന്നാണ്. വേണു ഈസ് നോട്ട് കോച്ചിങ് നൗ എന്ന് പറഞ്ഞാൽ ആൻ ആക്ഷൻ ദാറ്റ് ഈസ് നോട്ട് കണ്ടിന്യൂയിങ്, പറയുന്ന സമയത്ത് ആക്ഷൻ തുടർന്ന് കൊണ്ടിരിക്കുന്നില്ല എന്ന് പറയുവാനാണ് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ചില വീടുകളിൽ അമ്മ പറഞ്ഞാൽ പിള്ളേർ കേൾക്കില്ല, അച്ഛൻ പറഞ്ഞാലാണ് കേൾക്കുക. അപ്പോൾ അമ്മ അച്ഛനെ വിളിച്ചു പറയുകയാണ് ഫോണിൽ, ഷീ ഈസ് നോട്ട് സ്റ്റഡിയിങ് എന്ന് വിളിച്ചു പറയുകയാണ്. കൊച്ച് പഠിക്കുന്നില്ല, പഠിച്ചുകൊണ്ടിരിക്കുന്നില്ല എന്ന്. ഷീ ഈസ് നോട്ട് സ്റ്റഡിയിങ്, ആ സമയത്ത് അവിടെ പ്രവൃത്തി തുടർന്ന് പോകുന്നില്ല, എന്നാൽ പഠിക്കുന്നില്ല എന്ന അർത്ഥത്തിലാണ് പറയുക. അപ്പോൾ അച്ഛൻ പറഞ്ഞു അവരുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് പഠിക്കാൻ പറയുകയാണ്. അത് ഗൗരവത്തിലെടുക്കുന്നു. വീണ്ടും കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും വിളിച്ച് ചോദിക്കുകയാണ് ഇപ്പോൾ എങ്ങനെയുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അമ്മ പറയുകയാണ് നൗ ഷീ സ്റ്റഡിയിങ്. ഓക്കെ, അത് പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റായിട്ട് പറയുന്നു. ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അവിടെ പുതിയ INGകൾ കൊണ്ടുവന്ന് നമ്മൾക്ക് ഇഷ്ടം പോലെ പുതിയ വാചകങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കും, വ്യത്യസ്തങ്ങളായിട്ടുള്ള ING. ഈ ING ഒരു പരിധിവരെ നിങ്ങൾക്ക് അറിയാവുന്ന ING, അതായത് ക്രിയകളായിരിക്കും. ഇനിയും ഇഷ്ടം പോലെയുണ്ട്. അതിനായിട്ടുള്ള ബുക്കിന് എന്നെ കോണ്ടാക്റ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ മറ്റ് 2 ഇടത്തേക്ക് ഇത് മാറ്റി വയ്ക്കാവുന്നതാണ്. ഐ ആം ടീച്ചിങ്, ഐ ആം ഡ്രൈവിങ്, ഐ ആം പ്രേയിങ്, ദേ ആർ ടീച്ചിങ്, ദേ ആർ ഡ്രൈവിങ്, ദേ ആർ പ്രേയിങ് എന്നൊക്കെ രീതിയിൽ. ഇതുപോലെ തന്നെ വേണു ഈസ് നോട്ട് കോച്ചിങ്, ഇപ്പോൾ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാണ്. അവിടെയും നമ്മൾക്ക് പുതിയ പ്രവൃത്തിയെ കാണിക്കുന്ന വാക്കുകളുടെ ING കൊണ്ടുവന്ന് ഇഷ്ടം പോലെ ഉണ്ടാക്കുവാൻ സാധിക്കും. അടുത്ത ബോക്സിലേക്കും അതേപോലെ തന്നെ പോകാം. ഐ ആം നോട്ട് കോച്ചിങ്, ഐ ആം നോട്ട് ഡ്രൈവിങ്, ദേ ആർ നോട്ട് കോച്ചിങ്, ദേ ആർ നോട്ട് ഡ്രൈവിങ് എന്ന രീതിയിലൊക്കെ. ഇനി നമ്മൾ പോകുന്നത് ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്കാണ്. അതിലേക്ക് പോകുവാനുള്ള യോഗ്യത നിങ്ങൾക്ക് ഇതാണ്. സ്ട്രക്ചർ നമ്പർ 2 ഒരു
പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാക്കുവാനുള്ള കഴിവ്. ഒരു പ്ലേ എന്ന വാക്ക് കിട്ടിയാൽ ആ പ്ലേ എന്ന വാക്കിനെ സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകമാക്കി മാറ്റുവാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ എന്നുള്ളതാണ്. ആ കഴിവുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് അതിലേക്ക് പോകുക. സ്വന്തം മനസ്സിൽ നിന്ന് നിങ്ങൾ പഠിച്ചെടുത്ത ചിലപ്പോൾ ഇപ്പോൾ കാണുന്ന ക്രിയകൾ നിങ്ങളിലുമുണ്ടാകും. ആ ക്രിയകളിൽ നിന്ന് ഏതെങ്കിലും ഒരു ക്രിയയെടുത്ത്, ഇപ്പോൾ സിങ് അത് നിങ്ങൾക്കറിയാം, ഡാൻസ് നിങ്ങൾക്കറിയാം, ഈറ്റ് നിങ്ങൾക്കറിയാം ഇല്ലേ? അങ്ങനെ ഏതെങ്കിലും പ്രവൃത്തികൾ, ഒരു 3-4 പ്രവൃത്തികൾ നിങ്ങൾക്കറിയാവുന്നത് എടുത്ത് അതിലേക്ക് ചേരുവകൾ ചേർത്ത് അതിനെ ഒരു സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകമാക്കി ഉണ്ടാക്കുവാൻ കഴിയുമോ എന്നുള്ളതാണ്. കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് അടുത്ത ഇതിലേക്ക് പോകുവാനുള്ള യോഗ്യതയില്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും പറഞ്ഞിട്ടും ഇത്രയൊക്കെ ചെയ്തു കാണിച്ചിട്ടും നിങ്ങൾക്കതിന് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരിക്കലും സത്യമാണെന്ന് ഞാൻ വിശ്വസിക്കില്ല. ഈ രീതിയിൽ വിവരിച്ചിട്ടും സ്ട്രക്ചർ നമ്പർ 2 ഒരു വാചകം, ഒരു പ്രവൃത്തിയെ കുറിക്കുന്ന വാക്കെടുത്ത് അതിനെ ഒരു വാചകമാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാകില്ല. നിങ്ങൾക്ക് ഇവിടെ തന്നെ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ്. ഒരു വാചകം ഉണ്ടാക്കുവാനുള്ള കഴിവില്ലെങ്കിൽ, അതിനെ നെഗറ്റീവ് ആക്കുവാൻ കഴിവില്ലെങ്കിൽ, നെഗറ്റീവ് ആക്കുവാൻ എന്താ ചേർത്തത് എന്ന് നമ്മൾ കണ്ടു. ING ചേർത്ത ആ വാക്കിൻ്റെ മുൻപിൽ ഒരു നോട്ട് ചേർത്താൽ നെഗറ്റീവായി, 1ഉം 2ഉമായി. അതുണ്ടാക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇനി എന്നെ തുടരേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ വീഡിയോകൾ പിന്തുടരാവുന്നതാണ്. യൂട്യൂബിൽ മലയാളം എഴുതി കാണിച്ച് ഇംഗ്ലീഷ് പിന്നീട് എഴുതി കാണിക്കുന്ന വീഡിയോകൾ കണ്ട് ഇംഗ്ലീഷ് പഠിക്കാവുന്നതാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്നത് ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്കാണ്. ഓക്കെ, അപ്പോൾ മനസ്സിലിരിക്കട്ടെ, പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ഒന്നാണ്. അതാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയത്. എന്നിട്ട് നോട്ട് ചേർത്ത് അതിനെ നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റാക്കി മാറ്റി കോഡിൽ 1 കണ്ടാൽ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്, ആൽഫ കോഡ് ഇംഗ്ലീഷിൽ 2 കണ്ടാൽ അത് നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മൾക്കുള്ളത് 43 ഘടനകളാണ്. അതിൽ ഒരു ഘടനയുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ കണ്ടു. ഇനി 42 ഘടനകളുടെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റും നമ്മൾ കാണാൻ പോവുകയാണ്. അതിനു മുൻപ് നമ്മൾ ആൽഫ കോഡ് ഇംഗ്ലീഷ് എന്താണെന്ന് മനസ്സിലാക്കും. അപ്പോൾ ഇനി നമ്മൾ ആൽഫ കോഡ് ഇംഗ്ലീഷിലേക്ക് പോവുകയാണ്. ഓക്കെ.